ലോക സാമ്പത്തിക ഫോറത്തിൽ കഴിഞ്ഞ തവണയാണ് നമ്മൾ ഔദ്യോഗികമായി ഡെലിഗേഷൻ പങ്കെടുക്കുന്നത്. അതുവഴി ഇപ്പൊ അവിടെ നടക്കുന്ന സംവിധാനത്തിൽ നാം കാണുന്നത് നെറ്റ്വർക്കിംഗ് കഴിയുന്ന എല്ലാവരെയും കാണാൻ പറ്റുന്ന ഒരു സിംഗിൾ പോയിന്റ് എന്ന നിലയിലാണ് ദാവോസിൽ നമ്മൾ പങ്കെടുത്തത്. കഴിഞ്ഞ തവണ പോകുമ്പോൾ തന്നെ വ്യക്തമാക്കിയിരുന്നു, ഇത്തവണ നമ്മൾ EOE, MOU, LOE ഇതിനകത്തൊന്നും കേന്ദ്രീകരിക്കില്ല. കാരണം തിരിച്ചു വരുമ്പോൾ തന്നെ കേരള ആയതുകൊണ്ട് ആദ്യം ചോദിക്കുക നമ്മൾ എത്ര MOU ഒപ്പുവെച്ചു. ഇതൊരു മാളിൽ പോയിട്ടോ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടോ 10 MOU, 2 LOE, ഒരു 3 EOE എടുക്കൂ എന്ന് പറയുന്ന പോലെയല്ല. നമുക്ക് കേരളത്തെ ഒന്നും കൂടി വിസിബിൾ ആക്കണം, കേരളത്തിന്റെ പൊട്ടൻഷ്യൽ ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കണം. അതായിരുന്നു കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ആനുവൽ കോൺഫറൻസിനകത്ത് നമ്മൾ പങ്കെടുത്തപ്പോൾ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതോടൊപ്പം അതിന്റെ തൊട്ടുപുറകെ വരുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിലേക്ക് അവിടെ നിന്ന് പരമാവധി ഇൻവെസ്റ്റേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയും. ഈ 2 ഉദ്ദേശങ്ങളായിരുന്നു കഴിഞ്ഞ വർഷം പങ്കെടുത്തപ്പോൾ നമുക്കുണ്ടായിരുന്നത്. അതിൽ നന്നായി വിജയിക്കാൻ കഴിഞ്ഞു. കേരളം കുറെ കൂടി വിസിബിളായി.